ഹലോ, വാഗമണ്ണ് പോയതിൻ്റെ സെക്കൻഡ് ഡേയിലെ വീഡിയോ ആണ്. വീഡിയോ ഇച്ചിരി ലേറ്റായിപ്പോയി. രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. കഴിക്കാൻ ഇനി ആൾക്കാരുണ്ട്. ഞാനിവരുടെ കൂടെ അങ്ങ് കൂടി. അപ്പവും മുട്ടക്കറിയാണ് രാവിലെ. പിന്നെ കോഫി ഓർ ടീ എന്ത് വേണേലും കിട്ടും. ദേവനെ കൊണ്ട് രാവിലെ പാടാണ് വരാൻ, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ലേറ്റായി പോയത്. അങ്ങനെ എല്ലാവരും കഴിച്ച് കഴിയാറായപ്പോഴാണ് ഞങ്ങളെത്തിയത്. അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല. കാരണം നമ്മൾ വീട്ടിൽ നമുക്ക് എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ തന്നെയായിരുന്നു. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ സാധാരണ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, വേറൊരു ടേസ്റ്റ് അല്ലേ. പക്ഷേ ഇതങ്ങനെയല്ലായിരുന്നു. വന്ന ടൈം മുതൽ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരെ നമുക്ക് അടിപൊളി ഫുഡായിരുന്നു. ഞാൻ അത്രയും ഒരു ഫുഡ് നല്ല രീതിയിൽ എങ്ങും കഴിച്ചിട്ടില്ല. എങ്ങും പോയപ്പോൾ നമുക്കങ്ങനെ കിട്ടിയിട്ടില്ല. ഒന്നുകിൽ എന്തെങ്കിലുമൊക്കെ കൊള്ളത്തില്ലായിരിക്കും. ഇത് പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. പിന്നെ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ റിപ്പബ്ലിക് ഡേ അല്ലായിരുന്നോ, പിറ്റേ ദിവസം റിപ്പബ്ലിക് ഡേ ആയിരുന്നു, സെക്കൻഡ് ഡേ. അപ്പം നമ്മൾ ഫ്ലാഗ് നമുക്ക് ഉയർത്താനുള്ള സൗകര്യമൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ഫ്ലാഗ് നമ്മൾ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. നമ്മുടെ ജേക്കബ് അച്ചായനാണ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇത് ഡോക്ടറാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയും ഒക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് അടിച്ചു പൊളിക്കുക. എല്ലാവർക്കും ഉണ്ട് ക്ലാസ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോ എടുത്തു. ഞങ്ങളുടെ ലേഡീസിൻ്റെ മാത്രമായിട്ടുള്ളത് എടുത്തിട്ട് നമ്മൾ സ്റ്റേ ചെയ്തെടുത്തു. നമ്മളിനി സെക്കൻഡ് ഡേ നമ്മൾ ഒന്ന് കറങ്ങാൻ പോവുകയാണ്. നമ്മളിനി വീട്ടിലെത്തണ്ടായോ. ഇവിടെ കുറച്ച് കാര്യങ്ങളൂടൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച്. ദേവന് എൻ്റെ പുതിയ കാറും കണ്ണാടിയൊക്കെ വെച്ചിരിക്കുകയാണ്. ആ കാർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഡോറ് കേട്ടോ. ഞങ്ങളിത് ഗ്ലാസ് ബ്രിഡ്ജ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ നമ്മൾ രാവിലെ വന്നു, 10-10:30 ആയപ്പോഴത്തേ വന്നു. പക്ഷെ നമുക്ക് കിട്ടിയ ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിയാണ്. കാരണം ഭയങ്കര തിരക്കായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര പാടാണ്. അല്ലാത്ത ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്രശ്നം വരത്തില്ല. വീക്കെൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം നമ്മളുടെ ഇവിടെ തന്നെ പോകും. ഇനിയിപ്പോൾ ഞങ്ങൾ രാവിലെ എന്തോ ചെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുക. അവിടെ അങ്ങ് നമുക്ക് ഒന്നും വലുതായിട്ടങ്ങും കാണാനില്ല. അല്ലെ താഴെ പോകണം, ഗാർഡനോ എന്തോ ഉണ്ടായിരുന്നു. സന്തോഷമായിട്ട് വേണ്ട ദേവനെ കളിപ്പിക്കുകയാണ്. ഏതാണ്ടൊക്കെ അവൻ എതിർത്ത് പറയുന്നുണ്ട്, വേണ്ടാന്നോ എന്തോ അതാണ്ട് കാണിക്കുന്നു. ശ്രേയ ചേച്ചി വരുന്നത് കാണിക്കുവാണെന്ന് തോന്നുന്നു. ആണാണ്. എല്ലാവരും ഇങ്ങനെ മാറി മാറി അവനെ എടുക്കുന്നത് കൊണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ടേ അല്ലായിരുന്നു കേട്ടോ. ഇച്ചിരിയും കൂടെ അവൻ വളർന്നതുകൊണ്ട് ഫുഡ് കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും നമുക്ക് വലിയ പ്രശ്നമില്ല. നമുക്ക് രഘുചേട്ടൻ വേണ്ട ഏത്തക്കയപ്പമൊക്കെ വാങ്ങിച്ച് തന്ന് നിശ്ചയിച്ച് രഘുചേട്ടനും ഞങ്ങളതൊക്കെ കഴിച്ച്. ഭയങ്കര കാറ്റാണ്. സമയം പോകണ്ടായോ, 1 മണി വരെ നമ്മളവിടെ നിൽക്കണ്ടായോ. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജിൽ നമുക്ക് 10 മിനിറ്റ് പോലും തികച്ച് നിൽക്കാൻ പറ്റിയില്ല. കാരണം അത്രയ്ക്ക് തിരക്കായതുകൊണ്ട് ഒരു 20 മിനിറ്റൊക്കെ നിർത്തിയേനെ, തിരക്കൊന്നും ഇല്ലായിരുന്നെങ്കിൽ. അപ്പോൾ അതൊക്കെ ആലോചിച്ച് വേണം നിങ്ങൾ പോകാൻ. അതേണ്ട ഇവർക്കൊന്ന് പേടിക്കണമെന്ന് പറഞ്ഞ് ഇവരെ അവിടോട്ട് കയറ്റി കേട്ടോ. പേടിക്കാൻ വേണ്ടിയിട്ട് കയറ്റിയതാണ്. അവർ അവിടെ കിടന്ന് വിളിച്ചു പോവുമായിരുന്നു കേട്ടോ. ആ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഏതാണ്ട് പാമ്പ് കാലിൽ കടിക്കാൻ വരുന്ന അങ്ങനെയൊക്കെയാണ് അവർ അത് എക്സ്പീരിയൻസ് ചെയ്തത്. എൻ്റെ ഗ്ലാസ് ബ്രിഡ്ജിൽ ആൾക്കാരൊക്കെ കയറി നിൽക്കുന്നത് കണ്ടോ. നമുക്കിവിടെ നോക്കുമ്പോൾ നല്ല സിമ്പിളായിട്ട് തോന്നും. പക്ഷെ നമ്മൾ അതിലോട്ട് കയറി കഴിയുമ്പം നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് വിറയ്ക്കാൻ തുടങ്ങും. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങൾ ആ സമയം വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ അത് പോകുന്നവരത് ശ്രദ്ധിച്ച് വേണം പോകാൻ കേട്ടോ. വീക്കെൻഡിൽ പോയാൽ ഇതായിരിക്കും അവസ്ഥ. നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല. അതിൻ്റെ സമയം ഇപ്പം 12:45 ആയി. നമ്മൾ കുറേ അങ്ങോട്ട് നടക്കണം ഗ്ലാസ് ബ്രിഡ്ജ് കയറണമെങ്കിൽ. അതേണ്ട ഞാനും ഘോഷനും അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ദേവന് ഇച്ചിരി വഴക്ക് തുടങ്ങിയിട്ടുണ്ട്. ആ ടൈം ആയപ്പോൾ ഞങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അവന് നമ്മൾ എടുത്തുകൊണ്ട് പോകണം. അവനവിടെ നിൽക്കാൻ പറ്റത്തില്ല. നടന്നങ്ങോട്ട് പോകാൻ അവന് പറ്റത്തില്ല. നമ്മൾ എടുത്തുകൊണ്ട് പോകണം. പക്ഷേ ഇവരൊട്ട് നമ്മളെ സമ്മതിക്കത്തുമില്ല എടുക്കാൻ. കാരണം ഇവർ നമ്മുടെ കയ്യിലിരുന്നാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങാനും എടുത്ത് ചാടുവോ. ഇങ്ങനെ കുട്ടികളല്ലേ, അവർ എടുത്ത് നോക്കാനോ അങ്ങനെ എന്തെങ്കിലും ഭയങ്കര അപകടമാണ് അങ്ങനെ.
അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ കുഞ്ഞുങ്ങളെ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അവനൊട്ട് നടക്കത്തുമില്ല. അവൻ നടന്നേനെ കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും താഴോട്ട് അവനൊന്ന് നോക്കി. അപ്പോഴത്തേക്കും അവന് പേടിയായി. അതുകൊണ്ട് അവൻ പിന്നെ ഭയങ്കര വഴക്കായിരുന്നു. അങ്ങനെ ഞാൻ കയറിയിട്ട് വന്നപ്പോൾ പിന്നെ ഓഷേട്ടനെ കയറ്റി. ഞാൻ കുറച്ച് നേരെ നിൽക്കാൻ പറ്റുള്ളൂ. 250 ആണ് അതിൻ്റെ റുപ്പീസ് കേട്ടോ ഒരാൾക്ക്. ഞങ്ങൾ വരുന്ന വഴിക്ക് എന്തോ DTPCയോ അങ്ങനെ കണ്ട് എന്തോ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. പക്ഷേ ഇവിടുത്തെ ഫുഡ് നല്ലതായിരുന്നു. ബിരിയാണി, നൂഡിൽസും ഒക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും നല്ല ഫുഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഊണും ഒക്കെ ഉണ്ടായിരുന്നു. ദേവനും അവിടെ നിന്ന് കുറച്ച് ചോറൊക്കെ കഴിച്ച്. അതുകൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം അവനങ്ങനെ ചോറൊക്കെ കഴിക്കുന്നത് വളരെ അപൂർവമാണ്. അല്ല, കഴിക്കും എങ്കിലും തുപ്പി കളയും. ഒരറിവാകുമ്പോഴേ അവർക്കാണെങ്കിൽ അത് അങ്ങനെയാണ്. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അതാണ്ട് ഫുഡ് എത്തി. അതുകൊണ്ടോ ബിരിയാണിയൊക്കെ എത്തി. അടിപൊളി ബിരിയാണിയായിരുന്നു. എന്തായാലും ഫുഡിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്രാവശ്യം പോയപ്പോൾ ഉണ്ടായില്ല. എല്ലാം അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഷൈമോള് ബിരിയാണിയുടെ എന്തോ ഇഷ്ടമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അവർക്ക് അതുപോലെ ഇഷ്ടമുള്ള സാധനമാണ് ബിരിയാണി. ബിരിയാണി കൊതിച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പക്ഷേ ബെല്ലയുണ്ടല്ലോ, അപ്പുറത്തിരിക്കുന്ന ബെല്ല. അവൾക്ക് പക്ഷേ ചോറ് മാത്രം മതി. അവരുടെ അമ്മ പറയുന്നത് കേട്ട്, ഷെറിൻ പറയുന്നത് കേട്ട് ചോറും മീനും മതി. സാറ, ഇത് ബെല്ലയുടെ ചേച്ചിയാണ്, ആ ബ്ലാക്ക് ഇട്ടിരിക്കുന്നത്. സാറയ്ക്ക് പക്ഷേ നേരെ തിരിച്ചാണ്. ബിരിയാണി, നൂഡിൽസ് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റത്തിനോടാണ് അവൾക്ക് താല്പര്യം. അത് കഴിഞ്ഞ് പരുന്തുംപാറയിൽ പോയി കേട്ടോ. അവിടെ ചെന്നപ്പോഴേ ഞാനിതിനകത്ത് ഞാൻ നോക്കത്തേയില്ല. അവരത് വഴി വിളിക്കും നമ്മൾ പോകുമ്പം. പക്ഷേ നോക്കത്തില്ല. കാരണം നമ്മുടെ പൈസ പോവും. എല്ലാവരും ഒരേ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഏകദേശം പറയുന്നത്. പക്ഷേ ഓഷേനെ നോക്കിയേ പറ്റത്തുള്ളൂ. ഞാനങ്ങ് പോയായിരുന്നു കേട്ടോ. പിന്നെ എന്നെ തിരിച്ച് വിളിച്ച് പൈസ കൊടുക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലായിരുന്നു പൈസയല്ല ഇരുന്നത്. ക്യാഷ് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് അത് അറിയാവുന്നതുകൊണ്ട്. എന്നാലും ഓഷേട്ടൻ അവിടെ ഇരുന്ന് കേട്ടോ. ഇരുന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞു. എന്തോ അബദ്ധങ്ങളിലൊക്കെ പോയി ചാടുമെന്നോ എങ്ങനെയൊക്കെ എന്തൊക്കെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ എല്ലാം പക്ഷേ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും നമ്മുടെ ലൈഫുമായിട്ട് കുറേ റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ എല്ലാം ഇതൊക്കെ തന്നെ ആയിരിക്കും പറയുന്നത്. ആർക്കറിയാം, എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനെപ്പറ്റിച്ച്. എനിക്ക് താല്പര്യമില്ല കേട്ടോ. എന്തിനാ വെറുതെ ഓരോന്ന് കേട്ടിട്ട് നമ്മുടെ സമാധാനം കളയുന്നത്. പിന്നെ നമ്മൾ പത്തനംതിട്ടയുള്ള എവർഗ്രീൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ തിരിച്ച് വന്നപ്പോൾ ഫുഡ് കഴിക്കുന്നൊരു വീഡിയോ ആണ്. അതോടെ ഇന്നത്തെ ഒരു വീഡിയോ കഴിഞ്ഞേ.